തുടർച്ചയായ 9ാം ദിവസവും ഇറാനിൽ ബോംബ് വർഷമുണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡാർക്കോവിൻ ആണവ നിലയമടക്കം, അതായത് ആണവ നിലയത്തെ പോലും ആക്രമിക്കാൻ അമേരിക്ക മടിക്കുന്നില്ല. ജോർദാൻ ആക്രമണത്തിന് തിരിച്ചടി എന്നാണ് ഇതിനെ അമേരിക്ക വിശേഷിപ്പിക്കുന്നത്. മിസൈൽ, ഡ്രോൺ, റഡാർ സംവിധാനങ്ങൾ ഇറാന്റെ പൂർണ്ണമായും തകർത്തു എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ അവകാശവാദം. അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ജോർദാനിൽ ഇറാൻ നടത്തിയ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടിയാണ് എന്ന് US ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നു. ഇറാനിൽ നിർമ്മാണം നടക്കുന്ന ആണവ നിലയമാണ്, ഓർക്കണം, ആക്രമണം നടത്തിയെന്ന് അമേരിക്ക അറിയിക്കുന്നത്. ഡാർക്കോവിൻ ആണവ നിലയം എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒന്നാണ്. തൽക്കാലം ആണവ വികിരണം ഉണ്ടായിട്ടില്ല എന്നുള്ള ആശ്വാസകരമായ ഒരു കാര്യമുണ്ട്. എങ്കിൽ പോലും വ്യാപകമായ മിസൈൽ ബോംബിംഗ് നടന്നു. തീരനിരീക്ഷണ സംവിധാനങ്ങൾ, റഡാറുകൾ, നാവിക സംവിധാനങ്ങൾ, മിസൈൽ, ഡ്രോൺ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തു എന്നാണ് അമേരിക് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അമേരിക്ക പുറത്തുവിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട്. മനു ഭരത് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. മനു, എണ്ണ ശുദ്ധീകരണ ശാലകൾ, പവർ ഗ്രിഡുകൾ ആക്രമിക്കപ്പെട്ടു. ഇറാനിലെ പല പ്രമുഖ നഗരങ്ങളും ഇരുട്ടിലാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. അത് മാത്രമല്ല, ആണവ നിലയത്തിന് നേരെ പോലും വ്യോമാക്രമണം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഉപഗ്രഹ ചിത്രങ്ങളടക്കം പുറത്തു വന്നിരുന്നുണ്ട്. എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? രഞ്ജിത്ത്, ഈ ആണവോർജ്ജ കേന്ദ്രങ്ങളാണ് പ്രധാനമായും ആക്രമിക്കപ്പെട്ടത് ഒരു ആശങ്ക പടർത്തുന്നത്. ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഇത് സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ദാർഹോവിനിൽ ആക്രമണം നടന്നു എന്ന് അമേരിക്ക സ്ഥിരീകരിക്കുന്നുണ്ട്. ദാർഹോവിനിൽ ഈ ആക്രമണത്തെ തുടർന്നാണ് ദാർഹോവിൻ നിലയത്തിലെ ആക്രമണത്തെ തുടർന്നാണ് ഇറാനിലെ പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ വൈദ്യുതി ബന്ധം തടസ്സപ്പെടുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ഈ സാധാരണ ജനങ്ങൾ അധിവസിക്കുന്ന പ്രദേശത്തേക്ക് ആക്രമണം നടന്നതായുള്ള ചില പരാതികളും ഇറാൻ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും പ്രത്യാക്രമണവും രൂക്ഷമാണ്. ജോർദാനിലേക്ക് പ്രത്യാക്രമണം നടന്നിരിക്കുന്നു. ബഹ്റിനിലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വിവരം ലഭിക്കുന്നത് അനുസരിച്ച് അവിടെയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നിരിക്കുന്നു. അവിടുത്തെ അമേരിക്കൻ കേന്ദ്രങ്ങളിലേക്ക് ആക്രമണ സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്. ഏതായാലും മാർക്കോ റുബിയോ ഇത് സംബന്ധിച്ച് ചില പ്രസ്താവനകൾ ഇപ്പോൾ നടത്തിയത് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാർക്കോ റുബിയോ 2 അമേരിക്കൻ പൗരന്മാരുടെ മരണം സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഡ്രോൺ കൈകാര്യം ചെയ്യുന്നതിനിടയിൽ അവിടെ ഒരു പൊട്ടിത്തെറി ഉണ്ടായി. അതിലെ സ്ഫോടക വസ്തു നിർവീര്യമാക്കുമ്പോഴാണ് ഈ പൊട്ടിത്തെറി ഉണ്ടായി. അങ്ങനെ ഒരു US പൗരനും US സൈനികനും മരിച്ചിട്ടുണ്ട്, ഒരാളെ കാണാതായിട്ടുണ്ട് എന്ന വിവരങ്ങൾ മാർക്കോ റുബിയോ ഇപ്പോൾ നൽകുന്നു. അങ്ങനെ നോക്കുമ്പോൾ 17 അമേരിക്കൻ സൈനികരാണ് ഈ ഫെബ്രുവരി 28 ശേഷം നടന്ന ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ടുണ്ട്. 450ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അതേസമയം ഇറാൻ്റെ ഭാഗത്തു നിന്ന് 50ഓളം പേരെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ള സൈനികർ. 500-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും തങ്ങൾക്കാണ് ഇപ്പോൾ മേൽക്കൈ എന്ന ഒരു അവകാശവാദം ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാങ്ചി വ്യക്തമാക്കുന്നു. തങ്ങൾക്കാണ് ഇപ്പോൾ യുദ്ധമേഖലയിൽ മേൽക്കൈ എന്ന് ആണ് അറാങ്ചി പറയുന്നത്. IRNA ന്യൂസ് ഏജൻസിക്കാണ് ഇപ്പോൾ അദ്ദേഹം ഇത് സംബന്ധിച്ചുള്ളൊരു വിവരം നൽകിയിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഈ യുദ്ധത്തിൻ്റെ അവസാനം പെട്ടെന്നുണ്ടാകില്ല, അത് പൂർണ്ണമായി ഒരു സൈനിക വിജയത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്നതാണ്. അപ്പോൾ ഇത് വലിയ ആശങ്കയ്ക്ക് വഴി നൽകുന്നു. നേരത്തെ വലിയ ചർച്ചകൾ പാകിസ്ഥാൻ്റെ മധ്യസ്ഥതയിൽ നടന്നിരുന്നു, സ്വിറ്റ്സർലാൻഡിൽ യോഗങ്ങൾ നടന്നിരുന്നു. അതെല്ലാം അപ്രസക്തമായി എന്ന് ഇറാൻ്റെ പരമോന്നത നേതാവ് ഉൾപ്പെടെ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ അബ്ബാസ് അറാങ്ചിയുടെ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അബ്ബാസ് അറാങ്ചിയുടെ ഒടുവിലത്തെ നിലപാട്, ഇതിൽ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാൻ കഴിയില്ല എന്ന ഒരു ശ്രുതിയാണ് അതിൽ നിന്ന് കേൾക്കുന്നത്. കാരണം ഇത് കംപ്ലീറ്റ്ലി ഒരു മിലിറ്ററി വിക്ടറിയിലൂടെ മാത്രമേ ഇത് അവസാനിക്കുന്നു, എന്ന് വെച്ചാൽ സൈനികമായ നടപടികളിലൂടെ ഇത് പര്യവസാനിക്കുമെന്നാണ് അബ്ബാസ് അറാങ്ചി പറയുന്നത്.